Hey guys, so welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് റിലേറ്റഡ് ടു ബീഫാം. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 50% സബ്സ്ക്രൈബേഴ്സ് ബീഫാം സ്റ്റുഡൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് ഇയർ പിള്ളേരുണ്ട്. അപ്പം അവരെനിക്കിങ്ങനെ കുറച്ച് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡി ടിപ്സ്, അതായത് അവരിപ്പോൾ കോളേജിൽ കയറിയതേ ഉണ്ടാവുള്ളൂ. സോ അവർക്ക് അങ്ങനെ സ്റ്റഡി ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ അപ്പം ആദ്യം ഞാൻ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റാണ് എന്ന് ഞാൻ ആദ്യമേ ഒരു ഇത് പറയാം. സത്യം പറഞ്ഞാൽ നമ്മൾ കൊറോണ ബാച്ചായിരുന്നു. മീൻസ് നമ്മുടെ ഒരു ഫസ്റ്റ് സെം എന്ന് പറയണത് പാതി കൂടുതലും ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നൊരു കിളി പറന്ന അവസ്ഥയിലാണ്. അതിപ്പം ഇനി ഓഫ്ലൈൻ ആയാലും ചിലപ്പം ഫസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ആ കിളി പറന്ന അവസ്ഥയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് സെമ്മ് വന്നിട്ട്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ ടോപ്പറോ മീൻസ് ടോപ്പ് 3-ലോ ടോപ്പ് 10-ലോ അങ്ങനെയൊന്നുള്ള ആളല്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. സോ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കിങ്ങനെ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഇതൊക്കെ ഉണ്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. കാരണം ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് പാസ്സായി ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അത്രയാണ് എന്നെക്കുറിച്ച് ഞാനിങ്ങനെ എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് 4 സബ്ജക്റ്റാണ്, അതുപോലെ സെക്കൻഡ് സെമ്മിലും 4 സബ്ജക്റ്റ്. അങ്ങനെ ഒരു ടോട്ടൽ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 8 സബ്ജക്റ്റാണ് നമ്മൾ ബീഫാമിൽ ഫസ്റ്റ് ഇയറിന് പഠിക്കാനുള്ളത്. അതൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കുറച്ച് ഇൻട്രോ പറയണതാണ്. സോ ഫസ്റ്റ് സെമ്മ് നിങ്ങൾക്കറിയായിരിക്കും എന്താണ് HAP, അനാലിസിസ്, സ്യൂട്ടിക്സ്, ഇനോർഗാനിക്, ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ് പറഞ്ഞത്. ഈ 4 പ്രാക്ടിക്കൽസും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ HAP ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മറ്റേ നമ്മൾ +2 ചെയ്ത പോലെ മറ്റേ നീഡിൽ വെച്ചിട്ട് ബ്ലഡിൻ്റെ ഇതൊക്കെ നോക്കണത്, പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ്. വെയിറ്റ്, BP അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രാക്ടിക്കൽ സൈഡ് HAP ഒക്കെ നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ല. പിന്നെ അടുത്തെന്താണ് അനാലിസിസും കുറേ ടൈട്രേഷൻ, അത് നമുക്ക് +2 ചെയ്തതിൻ്റെ കുറച്ച് ഇതൊക്കെ ആയിരിക്കും അതും പറഞ്ഞത്. പിന്നെന്താണ് സ്യൂട്ടിക്സ് ലാബ് കുറച്ച് ഫസ്റ്റ് ഇയർ കുറച്ച് നമുക്ക് പാടായിരിക്കാം. കാരണം പൗഡർ പാക്കറ്റ് ഉണ്ടാക്കണത് അതൊക്കെയായിരുന്നു ഫസ്റ്റ് ഇയർ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെന്താണ് സിറപ്പ്, അതൊക്കെ ആ സെമ്മിലാണ്. എനിക്ക് കുറച്ചൊന്നും ഓർമ്മയില്ല കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് സെമ്മിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ എന്താണെന്നൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയൊന്നുമില്ല. എന്നാലും ഞാൻ ഓർമ്മയുള്ളത് പറയണേ. അപ്പോൾ സ്യൂട്ടിക്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ലാബ്. ഇങ്ങനെ സിറപ്പ് അത് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാനുണ്ട്, എമൽഷൻ, സസ്പെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അതുപോലെ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെ ഇനോർഗാനിക്കും വലിയ സീനൊന്നുമില്ല. അപ്പം ലാബ് പ്രാക്ടിക്കൽ അത്ര സീനില്ല. ഫസ്റ്റ് സെം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ അത്ര സീനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ സബ്ജക്റ്റുകൾ തിയറി വരുമ്പോഴേക്കും HAP കുറച്ച് വാസ്റ്റായിട്ട്, മീൻസ് ഒരു +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻറ്റിന് കുറച്ച് വിചാരിക്കണ പോലെയല്ല, കുറച്ച് വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ എക്സാം എഴുതുമ്പോഴും കുറേ ഡീറ്റെയിൽ മീൻസ് കുറച്ച് തള്ളി എഴുതണമെന്നല്ല, കുറച്ച് നമ്മൾ +2 വരെ എഴുതിയ പോലെ എഴുതിയ മാർക്കൊന്നും HAPക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾ നിറച്ചും അങ്ങ് എഴുതണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ തൊട്ട് അങ്ങനെ കുറേ എഴുതണം. വാരി വലിച്ച് എഴുതിയാൽ ഇല്ലാത്തൊന്നും എഴുതി വയ്ക്കണ്ട, എന്നാലും വാരി വലിച്ച് കുറച്ച് എഴുതിയാലേ മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ HAPക്ക്. പിന്നെ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യണം, അതൊക്കെയാണ് HAPയിൽ. ഡയഗ്രാംസ് അത് വിത്ത് ലേബൽ അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലും HAPക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇതുള്ളൂ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ HAP. ബുദ്ധിമുട്ടല്ല എന്ന് ഞാൻ പറയണില്ല, കുറച്ച് വാസ്റ്റാണ് സംഭവം. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി പഠിക്കും. അതാണ് ആ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നത് അനാലിസിസ് ആണ്. പക്ഷേ എൻ്റെ മാത്രമായിരുന്നു ഫേവറേറ്റ് സബ്ജക്റ്റ് അനാലിസിസ്. കാരണം എനിക്കറിഞ്ഞൂടെ, എനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ ഏറ്റവും ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മാം ശ്രുതി മാം എന്ന് പറയുന്ന അനാലിസിസ് പഠിപ്പിക്കണ മാമായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അത് ടഫാണെന്നാണ് എല്ലാവരും, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മെജോറിറ്റി പേർക്കും അനാലിസിസ് സബ്ജക്റ്റ് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ആ മാമിനെ ഇഷ്ടമായിരുന്നു. മാമിനെ ഇഷ്ടപ്പെട്ടപ്പോഴേക്കും ഞാൻ സബ്ജക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ
മീൻസ് നല്ല മാർക്കുണ്ടായിരുന്നു അനാലിസിസ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ആ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൽ മെയിനായിട്ട് പറഞ്ഞത് ഇങ്ങനെ ടൈട്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതും ടഫാണ്. ടഫ് മീൻസ് കുറേ ബൾക്കുണ്ട്. നമ്മളിപ്പോൾ +2 കഴിഞ്ഞ് വരുമ്പോഴേക്കും അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി പഠിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ. ടോപ്പേഴ്സ് അങ്ങനെ അവർക്കൊക്കെ പറ്റുമായിരിക്കും. അനാലിസിസ് പൊതുവേ എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ കുറച്ചല്ല മെജോറിറ്റി പേർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. പിന്നെ സ്യൂട്ടിക്സിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, സ്യൂട്ടിക്സും കുറച്ച് വാസ്റ്റായിട്ട് ഇതെല്ലാം ബൾക്ക് കൂടുതലാണ്, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്യൂട്ടിക്സും അത്യാവശ്യം കുറേ ബൾക്കായിട്ട് നമുക്ക് തോന്നും. കുറേ ബൾക്കായിട്ടുണ്ട് പഠിക്കാൻ, പുതിയ കുറേ കാര്യങ്ങൾ. നമ്മൾ +2 വരെ പഠിച്ചവരൊന്നും അല്ല. അതിപ്പം ഏത് ഫീൽഡിലോട്ട് കയറുമ്പോഴും നമ്മൾ +2 വരെ പഠിച്ചതിൻ്റെ യാതൊരു ഇതും കാണില്ല ബാക്കി അങ്ങോട്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് സ്യൂട്ടിക്സിനും. ഇനോർഗാനിക്കായിരുന്നു കുറച്ച് സിമ്പിൾ, മീൻസ് കുഞ്ഞു കോമ്പൗണ്ട്, അത് ഭയങ്കര സിമ്പിളാണ് ഇനോർഗാനിക് എന്ന് പറയുന്ന സബ്ജക്റ്റ്. പക്ഷേ അവസാനം എക്സാം ടൈം ആകുമ്പോഴേക്കും കുറച്ച് കൺഫ്യൂഷൻ വരുന്ന സബ്ജക്റ്റാണ് ഇനോർഗാനിക്. കാരണം അത് നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതാണ് ഇനോർഗാനിക് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്ജക്റ്റും അതിൻ്റെ ഒരു ഇൻട്രോയും. ഇനി അടുത്ത് ഞാൻ സെക്കൻഡ് സെമ്മിനെ കുറിച്ച് ഒരു ഓവർവ്യൂ പറയാം. സെക്കൻഡ് സെമ്മിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സബ്ജക്റ്റാണ്. അത് നമ്മൾ തീരെ ബന്ധമില്ലാത്ത ഒരിതായിരിക്കും. ഫസ്റ്റ് സെമ്മും അത് തന്നെയാണ്, പക്ഷേ സെക്കൻഡ് സെം എന്ന് പറഞ്ഞാൽ കുറച്ച് കടുക്കും. അതെന്ന് പറയുമ്പോഴേക്കും അവിടെ പറഞ്ഞ സബ്ജക്റ്റ് HAP കുറച്ചും കൂടെ സിമ്പിളാവും. നേരത്തെ HAP ഫസ്റ്റ് സെമ്മി പഠിച്ചില്ലേ, അപ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടെ സിമ്പിളാവും നമുക്ക് HAP സെക്കൻഡ് സെമ്മി വരുമ്പോഴേക്കും. പിന്നെ ഓർഗാനിക് എന്ന് പറയുന്നൊരു പുതിയ സബ്ജക്റ്റ് പറഞ്ഞുണ്ട്. ഓർഗാനിക്കും സീനില്ല, മീൻസ് +2 പഠിച്ച ബേസ് പോലെ, അങ്ങനെ ബേസാണ് സംഭവം. അപ്പം ഓർഗാനിക് എന്ന് പറയുന്ന സബ്ജക്റ്റും അത്ര സീനില്ല. പിന്നെ ബയോകെം കുറച്ച് സീനായിട്ടുള്ള സബ്ജക്റ്റാണ്. സീനെന്ന് പറഞ്ഞാൽ കുറേ സൈക്കിള് കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. ഇങ്ങനെ C ഡബിൾ ബോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിഞ്ഞൂടാ. ഞാൻ അതിൽ വീക്കെന്നല്ല, പാസ്സായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പഠിക്കുന്ന സമയം എനിക്ക് ഭ്രാന്ത് പിടിച്ചൊരു സബ്ജക്റ്റാണ് ബയോകെം എന്ന് പറയണത്. കുറച്ച് നന്നായിട്ട് വൃത്തിക്കിരുന്ന് പഠിച്ചാലേ അത് പറ്റുള്ളൂ. എഴുതി പഠിക്കണം, എന്നാലേ അത് പാസ്സാവാൻ പറ്റുള്ളൂ. കുറച്ച് നല്ല ബൾക്ക് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് തലയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് സബ്ജക്റ്റ് പാത്തോ നമ്മളും ടീച്ചറും അങ്ങനെ ഒരു ബന്ധമില്ലാത്ത സാധനമാണ് പാത്തോ. അതിപ്പോൾ ഏത് ടീച്ചർ പഠിപ്പിച്ചാലും ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാമിനെയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഇവരെന്തൊന്നും പഠിപ്പിക്കാത്തേ അങ്ങനെയൊക്കെ. ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ച് ഇവർ പഠിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മീൻസ് ക്ലാസ് ഫുള്ള്. എന്നിട്ട് നമ്മളിങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുക, അങ്ങനത്തെ ഒരു റേഞ്ചിലെത്തി. കാരണം അവർ പഠിപ്പിക്കണം നമുക്ക് മനസ്സിലാവണില്ല, അവർ പറയണത് അവർക്ക് തന്നെ അറിഞ്ഞൂടെ. അങ്ങനത്തെ ഒരു ഗതികേടിലായിരുന്നു പാത്തോ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മാമിൻ്റെ പ്രശ്നമല്ല, ആ സബ്ജക്റ്റിൻ്റെ പ്രശ്നമാണ്. അതിപ്പോൾ ഏത് മാം എടുത്താലും പാത്തോ അങ്ങനെ മാത്രമേ പഠിപ്പിക്കാൻ, മീൻസ് അങ്ങനെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറെ ഒന്നുമില്ല, അതങ്ങ് കാണാതെ അങ്ങ് പഠിക്കണം. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് പാത്തോ. അപ്പം സെക്കൻഡ് സെമ്മിൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ സബ്ജക്റ്റാണ് ബയോകെമ്മും പാത്തോയും. അത് പഠിച്ച് കഴിയുമ്പോഴേക്കും അത് കുറച്ച് ടഫാണ് കേട്ടോ ഗൈസ്. പിന്നെ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയ HAP ആണ്. ഓർഗാനിക്കും കുഴപ്പമില്ല, ഓർഗാനിക്കും പ്രശ്നമില്ല. പക്ഷേ പാത്തോ ബയോകെം കുറച്ച് സീനായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സബ്ജക്റ്റിനെ കുറിച്ചൊരു ഓവർവ്യൂ, ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റിനെ കുറിച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ സ്റ്റഡി ടിപ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ടുണ്ടോ എന്നാണ്. എല്ലാ സബ്ജക്റ്റിനും എല്ലാ ചാപ്റ്ററും സിലബസ് വെച്ചിട്ട് വേണം പഠിക്കാൻ. അതാണ് ആദ്യം പറയാനുള്ളത് കേട്ടോ. ആദ്യം നിങ്ങൾ സിലബസ് എടുക്കുക. സിലബസിലെ എല്ലാ ടോപ്പിക്കും നോട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. അതുപോലെ ഈ നോട്ട് നിങ്ങളുടെയൊക്കെ കോളേജിൽ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനൊക്കെ പഠിക്കുമ്പോഴേക്കും എനിക്ക് നോട്ട് പ്രൊവൈഡഡ് ആണ്, കോളേജിൽ നിന്ന് പ്രൊവൈഡഡ് ആണ്. പിന്നെ എന്തെങ്കിലും അസൈൻമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം റെഫർ ചെയ്ത് എഴുതണം, ലൈബ്രറിയിൽ പോയി റെഫർ ചെയ്യേണ്ടി വരും. അല്ലാത്തപ്പം നോട്ട് പ്രൊവൈഡഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ നോട്ട് എഴുതി കഷ്ടപ്പെടേണ്ട ഒരു ഇത് വന്നിട്ടില്ല. സോ ഇനിയിപ്പം നിങ്ങൾക്ക് നോട്ട് ഇപ്പം എനിക്ക് അറിയാം ഇപ്പോഴത്തെ പിള്ളേർക്ക്, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മുടെ കോളേജിൽ കയറിയവർക്ക് നോട്ടൊന്നും കൊടുക്കുന്നില്ല, അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞ് ഞാൻ കേട്ടത്. സോ
അങ്ങനെ നോട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളിങ്ങനെ വിഷമിക്കണ്ട, നല്ല ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ് നോട്ട് ഇങ്ങനെ റെഫർ ചെയ്ത് പ്രിപ്പയർ ആവണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് കുറേ നോളജും കിട്ടും. പിന്നെ നമ്മളത് മറക്കൂല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം പോവും, അത് ഡിസഡ്വാൻറ്റേജ്. പക്ഷേ ഈ സമയം പോകുമെന്ന് പറയണത് മീൻസ് നമ്മൾ എന്നും ഇങ്ങനെ റെഫർ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് യൂസ് ടു ആവും. ഡിസഡ്വാൻറ്റേജിനെക്കാട്ടി അഡ്വാൻറ്റേജ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുറേ പേര് പറഞ്ഞ് എനിക്ക് കുറേ മെസ്സേജസ് വന്നു, കോളേജ് നോട്ട് പ്രൊവൈഡഡ് അല്ല, ഇതാണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, റെഫർ ചെയ്യുക. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നിങ്ങളൊരു എക്സാമൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും മനസ്സിലാവും. ഓക്കെ, അപ്പം ആദ്യം സിലബസ് എടുക്കുക. സിലബസിൻ്റെ എല്ലാ ടോപ്പിക്സും നോട്ട് സെറ്റാക്കി വയ്ക്കുക. ഇതാണ് ആദ്യത്തത്. പിന്നെ HAP ഒക്കെയാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ ഡയഗ്രാം വേണോ അവിടെയൊക്കെ ഡയഗ്രാം അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, ലൈക്ക് നിങ്ങൾ ഇപ്പം കോളേജിൽ എടുക്കുന്ന സാധനങ്ങൾ ഇപ്പം അന്നന്ന് എടുക്കില്ലേ ടോപ്പിക്ക്, അത് മാക്സിമം അന്നന്ന് വായിക്കാൻ നോക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്യണവരാണെങ്കിൽ വായിക്കേണ്ട ആവശ്യം വരില്ല, കാരണം അവർ ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഇനിയിപ്പം പ്രൊവൈഡഡ് ആയിട്ട് ഇതിപ്പം ഞാൻ ചെയ്യൂല കേട്ടോ, ഞാൻ ചെയ്യണ കാര്യമല്ല, പക്ഷേ അത് കുറച്ച് ബെറ്ററാണ്. ഇവിടുത്തെ ടീച്ചർമാരൊക്കെ പറയും അന്നന്ന് പഠിപ്പിക്കണത് അന്നന്ന് ജസ്റ്റ് ഒന്ന്, ഇന്നിപ്പോൾ പഠിപ്പിക്കണ കോളേജിൽ പഠിപ്പിക്കണത് നമുക്കിപ്പോൾ ഓർമ്മ ആണല്ലോ, അത് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഇതിപ്പം ഞാൻ എല്ലാ സെമ്മും തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ്, പിന്നെ തീരുമ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഫോളോ ചെയ്യണ ഒരു സാധനമല്ല, എന്നാൽ ഇത് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. ഇനിയിപ്പം ഇത് അന്നന്ന് വായിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ, എന്നെപ്പോലെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം എക്സാമൊക്കെ വരൂലേ, എക്സാമൊക്കെ പറഞ്ഞതിനൊരു 2 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുമ്പ് നോട്ടൊക്കെ സെറ്റാക്കിയിട്ട് ജസ്റ്റ് എന്താണ് സാധനം ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കണം. മീൻസ് അറിഞ്ഞൂടാത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കുക, ഫ്രണ്ട്സുമായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തേ. ഇനിയിപ്പം അറിയാമെന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് വെക്കണം. എന്തൊക്കെ ടോപ്പിക്സാണ് പഠിക്കാനുള്ളത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് സെമ്മിലെ ബയോകെം എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതും ഓർഗാനിക്കും ബയോകെം ഓർഗാനിക്, ഈ 2 സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അത് എഴുതി തന്നെ പഠിക്കണം. ഇനിയിപ്പം നമുക്ക് തോന്നും, ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇത് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ്, നമുക്കിങ്ങനെ മനസ്സിലായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കും ഇതിപ്പം എഴുതി നോക്കേണ്ട ആവശ്യമില്ല, എക്സാമിന് പോയിരുന്ന് എഴുതാമെന്ന്. അതൊരിക്കലും ഓർമ്മ വരില്ല, അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. ഇനി അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്ക് ഓർമ്മ വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. നോർമൽ ഒരാൾക്ക് ഇപ്പം തോന്നും, ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇത് അങ്ങ് എലിമിനേറ്റ് ആയി പോകും, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. നമുക്കറിയായിരിക്കും, വായിക്കുമ്പോൾ നമുക്കറിയായിരിക്കും ഇത് വായിക്കാനുള്ള സബ്ജക്റ്റ് അല്ല. ഇങ്ങനെ കുറേ ഇങ്ങനെ സൈക്കിൾ ഈ ഗ്ലൈക്കോളിസിസ്, കെർബ് സൈക്കിൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണ്, കുറച്ച് പഠിക്കാനുള്ള സാധനമാണ്. അപ്പോൾ നമ്മളതിനെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് ഓർമ്മ വരില്ല, എഴുതി പഠിച്ചില്ലെങ്കിൽ. എഴുതി തന്നെ പഠിക്കണം. ഇനി അത് എഴുതി തന്നെ പഠിക്കണം. അതുപോലെ ഓർഗാനിക്ക് അത്ര സീനൊന്നുമില്ല, ഒരു ലൈൻ ഇക്വേഷനൊക്കെ ആയിരിക്കും സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത്ര സീനും കാര്യങ്ങളൊന്നും പറഞ്ഞ സബ്ജക്റ്റ് അല്ല. എന്നാലും അത് എഴുതി തന്നെ പഠിക്കണം, എന്നാലേ അവിടെ ചെന്ന് എഴുതാൻ നേരത്തെ ഓർമ്മ വരുള്ളൂ. പിന്നെ ബാക്കി സബ്ജക്റ്റൊന്നും പാത്തൊക്കെ എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് വായിച്ച് പഠിച്ചാൽ മതിയായിരിക്കും. ബാക്കി ഫസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ഒന്നും എഴുതി പഠിക്കേണ്ടതായിട്ടില്ല. പിന്നെ HAP ഡയഗ്രാംസ് അത് മസ്റ്റാണ്, അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വല്ല മാർക്കും വീഴുള്ളൂ. HAP എന്ന് പറയുമ്പം ഡയഗ്രാം മസ്റ്റാണ്, അപ്പോൾ അതൊക്കെ വരച്ച് പഠിക്കുക, ലേബൽ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് അടുത്ത ടിപ്പ്. സോ ഗൈസ്, അപ്പം നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്യണം. അതായത് കഴിഞ്ഞ വർഷം മുതൽ ഒരു 5-6 വർഷം തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കളക്ട് ചെയ്യണം. ഇത് ഞാൻ സീരിയസ്ലി ചെയ്യാനുള്ള ഒരു ടിപ്പാണ്, അടിപൊളി ഒരു ഇതാണ്. എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഷഫിൾ ചെയ്തല്ലേ കിടക്കുമായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ നോട്ട് എഴുതി കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെ പ്രിൻ്റ് ആവും, നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് ഇതൊക്കെ നമ്മൾ എഴുതി നോട്ട് ചെയ്ത് വെക്കണം. ഓരോ ചാപ്റ്റർ വൈസ് ആക്കി വെക്കുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് എക്സാമിൻ്റെ തലേദിവസമോ അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം, കഴിഞ്ഞ വർഷം ഈ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ ഭയങ്കര ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണത്. പിന്നെ പണ്ടൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് യൂണിവേഴ്സിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പം കുറച്ച് എൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് പഠിക്കാൻ നിൽക്കരുത്,
ഇത് നമുക്ക് മനസ്സിലാവാനാണ്. ചിലത് ചോദിക്കും, പക്ഷേ പൂർണ്ണമായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ്. നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കണതെന്നും എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അതിന് നല്ലൊരു ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഗൈസ്, അടുത്ത ടിപ്പെന്ന് പറയണത് ലൈക്ക് ഇതെൻ്റെ ഒരു പേഴ്സണൽ ടിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത് എൻ്റെ കുറേ സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളും ഇട്ടതിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് എനിക്ക് നല്ല എഫക്റ്റീവാണ് ഈ ഒരു സംഭവം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതുപോലെയാണ്, എനിക്കറിഞ്ഞൂടാ. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഐഡിയ. അതായത് നമുക്കിപ്പം ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിൻ്റെ 2 ദിവസം അതിന് മുമ്പ് ചെയ്യാനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. ആ സമയങ്ങളാണ് ഞാൻ ഇത് ചെയ്യണത്. അതായത് ആ സമയം നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ യൂണിറ്റ് 1, യൂണിറ്റ് 2 അങ്ങനെയൊക്കെ ആയിരിക്കും സിലബസിൽ കിടക്കണത്. അപ്പം യൂണിറ്റ് 1 തന്നെ കുറേ ഇങ്ങനെ ചാപ്റ്റേഴ്സ് കാണൂലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് തീർത്തിട്ട് അടുത്ത യൂണിറ്റിലോട്ട് പോവാം, എനിക്ക് ടെൻഷനാവും. മീൻസ് ഒരു യൂണിറ്റ് തീർക്കാൻ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ എനിക്കിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഈ എൻ്റെ കർത്താവ് ഇതാ 2 കിടക്കണം, 3 കിടക്കണം, അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തഡ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 നിന്ന് ഒരു ബുക്ക് എടുക്കും. എന്നിട്ട് യൂണിറ്റ് 1 ഒരു ടോപ്പിക്ക് എഴുതി വയ്ക്കും. അടുത്ത് യൂണിറ്റ് 2 അടുത്ത ടോപ്പിക്ക് എഴുതി വയ്ക്കും. അങ്ങനെ യൂണിറ്റ് 3, അങ്ങനെ 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ടോപ്പിക്ക് ഇങ്ങനെ എഴുതി വയ്ക്കും. അപ്പം 5 ഇതായി. ഇനി അടുത്തതെന്ന് പറയുമ്പോഴേക്കും യൂണിറ്റ് 1 നിന്ന് പിന്നെയും 2ാമത്തെ ടോപ്പിക്ക് എഴുതും. അങ്ങനെ മീൻസ് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരേ. സോ ഗൈസ്, അപ്പം ഞാനൊരു ഡെമോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഇവിടെ യൂണിറ്റ് 1 നിന്ന് ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കണം. അടുത്ത് യൂണിറ്റ് 2 അടുത്ത ടോപ്പിക്ക്, യൂണിറ്റ് 3 ടോപ്പിക്ക്, 4 ടോപ്പിക്ക്, 5 ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഒരു സെറ്റ് എന്ന് ഞാൻ കണക്കാക്കും. അടുത്തും പിന്നെ യൂണിറ്റ് 1 നിന്ന് ഒരു ടോപ്പിക്ക് എടുക്കും, 2, 3, 4, 5. എന്നിട്ട് ഇത് ഞാനൊരു അടുത്ത സെറ്റായിട്ട് എടുക്കും. ഓക്കെ, ഇത് സെറ്റ് 1, ഇത് സെറ്റ് 2. അങ്ങനെ ഇതേപോലെ എല്ലാ യൂണിറ്റിൽ നിന്നും ആ ഒരു യൂണിറ്റ് 1 തീരണവരെ ഇങ്ങനെ കാണുമല്ലോ. അങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ കുറേ സെറ്റാക്കി വെക്കും. എന്നിട്ട് ഞാൻ അടുത്തെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ യൂണിറ്റ് 1 ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് കഴിയുമ്പോഴേക്കും ഇതിനെ ഞാൻ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ടിക്കിടും. അങ്ങനെ ഓരോന്നിങ്ങനെ ടിക്കിട്ട് പോകും. അപ്പം ഇത്രയും ഒരു 2 സെറ്റ് തീരുമ്പോഴേക്കും എനിക്കൊരു സമാധാനം. ഞാനിങ്ങനെയാണ് തിങ്ക് ചെയ്യണത്. യൂണിറ്റ് 1 നിന്ന് ഇതാ 2 ടോപ്പിക്ക് തീർന്ന്, യൂണിറ്റ് 2, 3, 4 ഇങ്ങനെ ഇത്രയും ടോപ്പിക്ക് തീർന്ന് എല്ലാ യൂണിറ്റും ടച്ച് ചെയ്യും. അതിൽ ഓരോ 2 ടോപ്പിക്ക് വെച്ച് തീരുകയും ചെയ്യും. അപ്പം എനിക്കിങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാ യൂണിറ്റും ഒരേ സമയത്ത് പഠിച്ചു കഴിയും. അപ്പം എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെയാണ് ഞാൻ പഠിക്കാറ്. എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ ഈ മെത്തേഡിലാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM ഓൺ ഇൻസ്റ്റ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ പഠിക്കണം. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും, പെട്ടെന്ന് പഠിച്ച് കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു ഫീല് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്യണ കുറച്ച് സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ. ഏകദേശം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഓർമ്മയിലുള്ള എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് ആഡ് ചെയ്യാം, അതൊന്ന് ചെക്ക് ചെയ്യും. എനിക്കിനി ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കും. എക്സാമിൻ്റെ ആ സമയത്തുള്ള കാര്യമാണ്, ആ ടൈം ഉള്ള കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ലൈക്ക് നമ്മളിതെല്ലാം പഠിക്കും. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അടുത്ത ടോപ്പിക്ക് എടുക്കുമ്പം ഇനി മുമ്പുള്ള ടോപ്പിക്ക് ഓർമ്മ കാണില്ല. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് 2-3 പിള്ളേരിങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഭയങ്കര ടെൻഷനാവണ്, എങ്ങനെയാണിത് ഓർമ്മയില്ല, അങ്ങനെയൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തല്ല എല്ലായിടത്തും കൂടെ പറയണതാണ്. ലൈക്ക് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പഠിച്ചത് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഓർമ്മ കാണില്ല. അതൊരു നോർമൽ കാര്യമാണ്, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ എക്സാമിൻ്റെ സമയം പഠിക്കുമ്പോഴും നമുക്ക് ഇതേ അവസ്ഥയായിരിക്കും ഉള്ളത്. പക്ഷേ എക്സാം ഹാളിലെത്തി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്കും നമുക്കെല്ലാം, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലായിരിക്കില്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് ഓർമ്മ പറഞ്ഞിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഇത്രയും 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. അത് നമുക്ക് ഓർമ്മ വരും. പഠിച്ചതാണെങ്കിൽ അത് എന്തായാലും ഓർമ്മ കാണും. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സാമിന് പഠിക്കുമ്പോൾ പറയാനുള്ളത്,
നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു റിവിഷനും കൂടെ നടത്താൻ, മീൻസ് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ റിവിഷൻ ചെയ്യാനുള്ള ടൈം കണ്ടെത്തിയിട്ട് വേണം, മീൻസ് ടൈം കുറച്ച് ഇട്ടേക്കണം, എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും ഇതൊക്കെ. മീൻസ് ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞ്, എൻ്റെ ഒരു എക്സാമിന് നാളെ എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ്, എന്നിട്ട് എനിക്ക് അടുത്തൊരു റിവിഷനും കൂടെ ചെയ്യാൻ ഞാൻ ടൈം ഇട്ടേക്കണം. അങ്ങനെ ഒരു റിവിഷനും കൂടെ ചെയ്യണം, എന്നാലേ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റഡി ടിപ്പും കാര്യങ്ങളും ഞാൻ പഠിക്കണ ഒരു മെത്തേഡും ഇതൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറുള്ളത്. പിന്നെ ഞാൻ പറയാണ്, ഞാൻ ടോപ്പറും കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഈ മെത്തേഡ് എന്താണ് എനിക്ക് പറയാനൊരിതുണ്ടോയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഇതാണ് ഞാൻ പഠിക്കുന്ന സ്റ്റഡി ടിപ്പും കാര്യങ്ങളൊക്കെ. സോ ഇതൊരു ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.